ഈ സർക്കാർ സേവനങ്ങൾ എന്നുള്ളത് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുക, വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിസമ്പന്നരായവർക്ക് ഫീസ് ചുമത്തുമ്പോൾ തന്നെ പാവപ്പെട്ടവനും സാധാരണക്കാരനും സൗജന്യമായി തന്നെ അത്തരം കാര്യങ്ങൾ ലഭിക്കും വിധത്തിലേക്കുള്ള, ഇപ്പോൾ തന്നെ നമ്മൾ ആശുപത്രി സംവിധാനത്തിൽ ഇത് കണ്ടിട്ടുണ്ട്. അത് കുറെ കൂടി വസ്തുനിഷ്ഠമായി വളരെ പ്രായോഗികതയോടെ നടപ്പാക്കുക എന്ന് പറയുന്നൊരു ആലോചനയാണ് ഇപ്പോൾ CPIM അക്കാര്യത്തിൽ ആലോചിക്കുന്നത്. അതിനുള്ള തീരുമാനങ്ങൾ കൂടിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. CPIM സംസ്ഥാന സമ്മേളനം മുഖ്യമന്ത്രിക്കും CPIMൻ്റെ സംസ്ഥാന നേതൃത്വത്തിനും ആ അനുമതിയാണ് നൽകിയിട്ടുള്ളത്. അത് സെസ് ഭരണമാണ്, അമിത ഫീസ് എന്നൊക്കെ തരത്തിലേക്കുള്ള ദുർവ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ടൊരു വിവാദ പരിസരത്തിലേക്ക് ഈ തീരുമാനങ്ങളെ, രാഷ്ട്രീയ തീരുമാനങ്ങളെ, വളരെ കൃത്യമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനങ്ങളെ ആ നിലയിലേക്ക് രൂപപ്പെടുത്താനോ ചർച്ചകളെ മാറ്റാനോ മാധ്യമ സമീപനം ഉണ്ടാകുമ്പോൾ അതിനെയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞൊരു ഘട്ടത്തിൽ പറഞ്ഞത്, ചില മാധ്യമങ്ങളുടെ വളരെ നെഗറ്റീവായ ഒരു സമീപനം കേരളത്തിൻ്റെ കാര്യത്തിലുണ്ട് എന്നുള്ളത്. അതിനെയൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായം അത് വിവാദമാണ് എന്ന നിലയിലേക്ക് രൂപപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിന് വകവെച്ചു കൊടുക്കുക, കീഴ്പ്പെട്ടു കൊടുക്കുക എന്നുള്ളതല്ല ഒരു നാടിന് വേണ്ടത് എന്ന് തെളിയിച്ചയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വ്യക്തതയോടെ, ബോധ്യത്തോടെ, കൃത്യമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്ന തീരുമാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇച്ഛാശക്തിയാണ് ഭരണാധികാരികൾക്ക് വേണ്ടത് എന്നുള്ളത്. അത് സാധാരണക്കാരൻ്റെ ക്ഷേമകാര്യത്തിലാണെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ അക്കാര്യത്തിൽ സ്വീകരിക്കുക. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലും നമ്മളത് കണ്ടത് തന്നെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഘട്ടത്തിൽ രൂപപ്പെട്ട കുടിശ്ശികകളുണ്ട്. കിഫ്ബിയുടെ വായ്പകളെ പൊതുകടമാക്കുക, പെൻഷന് വേണ്ടി സമാഹരിക്കുന്ന പണത്തെ പൊതുകടമാക്കുക, ആ നിലയിലൊക്കെ സംസ്ഥാനത്തെ വല്ലാതെ സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിനെയൊക്കെ അതിശക്തമായി തന്നെ നേരിട്ടുകൊണ്ട് കേരളത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടു എന്ന് ഇത്തവണത്തെ ബജറ്റിൻ്റെ ആദ്യ വാചകത്തിൽ കേരളത്തിന് മുമ്പാകെ വിളിച്ചു പറഞ്ഞ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി KN ബാലഗോപാലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായിയുള്ള ഈ തുറന്ന വാഹനത്തിൻ്റെയും അമരക്കാരനായിരിക്കുന്നത്. അദ്ദേഹത്തെയും വഹിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഭരണത്തെ നയിക്കുന്ന നമ്മുടെ ട്രഷറിയുടെ കാവൽക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള ധനകാര്യമന്ത്രി തന്നെയാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള തുറന്ന ഈ വാഹനത്തിൻ്റെയും മുൻപിലുള്ളത്. അദ്ദേഹം ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ അമരക്കാരൻ കൂടിയാണ്, സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായിരുന്നു. അപ്പോൾ ഇരുവശങ്ങളിലും വളരെ ആവേശകരമായ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരുവശങ്ങളിലും ആളുകൾ ഒത്തുചേരുന്നു, മുഖ്യമന്ത്രിയെ കാണുന്നു, മറ്റു നേതാക്കളെ കാണുന്നു. അവർ CPIMൻ്റെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഓരോ നീക്കത്തിലും നേട്ടത്തിലും CPIMൻ്റെ അനിഷേധ്യമായ സാന്നിധ്യത്തെ അതിശക്തമായി തന്നെ അംഗീകരിക്കുന്നു എന്നുള്ള ഇടത്താണ് ഈ കൊല്ലത്തെ ഈ നേതാക്കളുടെ സാന്നിധ്യത്തെ ജനങ്ങൾ ഇരുവശങ്ങളിലും വന്നു ചേർന്ന് നിന്നുകൊണ്ട് കാണാനൊരുങ്ങുന്നതിൻ്റെയും ഒക്കെ ഒരു വലിയ കാഴ്ചകൾ, അത് സമാനതകളില്ലാത്ത കേരള രാഷ്ട്രീയത്തിലെ ഒരു മുന്നേറ്റത്തിലേക്കുള്ള ഇടതുപക്ഷത്തിൻ്റെ കൃത്യമായ കാഴ്ചപ്പാടിൻ്റെ ഒരു രാഷ്ട്രീയ ഭാഷയായി അത് മാറുന്നത്, രാഷ്ട്രീയ കാഴ്ചകളായി, രാഷ്ട്രീയ ദൃശ്യങ്ങളായി ഈ നേതാക്കളുടെ ഇപ്പോഴത്തെ യാത്ര മാറുന്നത് അവിടെയാണ്. തീർച്ചയായും ശരത്, ഏതായാലും കൊല്ലത്തിൻ്റെ ഒരു രാജവീതിയിലൂടെ ചെങ്കൊടികളുമായി സമ്മേളന പ്രതിനിധികൾ പ്രയാണം തുടരുമ്പോൾ അതിൻ്റെ മുൻനിരയിൽ കേരളത്തിൻ്റെ ക്യാപ്റ്റൻ തുറന്ന വാഹനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്ററുമായ പ്രകാശ് കാരാട്ടും ധനമന്ത്രി KN ബാലഗോപാലും കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ KN ബാലഗോപാലുമാണ് തുറന്ന വാഹനത്തിൽ ഏറ്റവും മുന്നിലുള്ളത്. അതിൻ്റെ തൊട്ടു പിന്നിലായി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ MA ബേബിയും വിജയരാഘവനുമാണ് ആ തുറന്ന വാഹനത്തിലുള്ളത്. തീർച്ചയായും ചുവപ്പ് വളണ്ടിയർമാർക്കിടയിലൂടെയാണ് ഇപ്പോൾ ആ വാഹനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റെഡ് വളണ്ടിയർമാരുടെ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രകാശ് കാരാട്ടും സംസ്ഥാന സെക്രട്ടറിയും പോകുന്ന ഏറ്റവും ആവേശകരമായിട്ടുള്ള ഒരു കാഴ്ചയുടെ മുഹൂർത്തങ്ങൾ തന്നെയാണ് കൊല്ലം നഗരത്തിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. CPIM എന്ന് പറയുന്ന പാർട്ടി അതിൻ്റെ ഏറ്റവും വലിയ സംഘടനാ ശേഷി എന്താണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു മഹാസമ്മേളനമായി കൊല്ലം സമ്മേളനം മാറുമ്പോൾ ഒരു ഭാഗത്ത് ചുവപ്പ് വളണ്ടിയർമാർക്കിടയിലൂടെ മുഖ്യമന്ത്രിയും PB അംഗവുമായ പിണറായി വിജയനും അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ടും കേരളത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി സമ്മേളനം വീണ്ടും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ CPIMനെ നയിക്കാനായി തിരഞ്ഞെടുത്ത ഗോവിന്ദൻ മാസ്റ്ററും തുറന്ന വാഹനത്തിൽ ഏറ്റവും ഈ ചുവപ്പ് വളണ്ടിയർമാർക്കിടയിലൂടെ കടന്നു പോകുന്നു. റോഡിൻ്റെ മറുഭാഗത്താകട്ടെ ആയിരക്കണക്കിന് ജനങ്ങൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് റോഡിന് ഇരുവശത്തുമായി നിലയുറപ്പിച്ചിരിക്കുന്നു. കേരള
കേരളത്തിൻ്റെ രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൂടെയാണ് ഇപ്പോൾ കൊല്ലം കടന്നു പോകുന്നത്. കൊല്ലം പുതുചരിത്രം എഴുതിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. ഒരു ഭാഗത്ത് വളണ്ടിയർമാർ, ചുവപ്പ് വളണ്ടിയർമാർ, അതിൽ വനിതാ വളണ്ടിയർമാരും പുരുഷ വളണ്ടിയർമാരും ഉൾപ്പെടെ 1,00,000 വളണ്ടിയർമാരാണ് കൊല്ലം നഗരത്തിലൂടെ മാർച്ച് ചെയ്യുന്നത്. 166 ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും എത്തിയിട്ടുള്ള വിവിധ പ്ലാറ്റൂണുകളാണ് ഈ ഒരു വളണ്ടിയർ മാർച്ചിൽ അണിനിരന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് സമ്മേളന പ്രതിനിധികൾ ഉൾപ്പെടുന്ന വലിയ ബഹുജന പ്രകടനം ഈ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുമുള്ള വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയും ചെയ്യുന്നത്. അത്തരത്തിൽ ഇരുഭാഗത്തു നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. കരുത്തിൻ മഹാപ്രവാഹമായി, ചുവപ്പിൻ്റെ മഹാപ്രവാഹമായി കൊല്ലം മാറുകയാണ്. അങ്ങനെയാണ് കൊല്ലം വീണ്ടും ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയാണ്. നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് വേദിയായിട്ടുള്ള, സാക്ഷ്യം വഹിച്ചിട്ടുള്ള കൊല്ലം മറ്റൊരു ചരിത്രം കൂടിയാണ് എഴുതപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ കൊല്ലം സമ്മേളനം CPIM-ന്റെ തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന സമ്മേളനമായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതിൻ്റെ സംഘടനാശേഷിയെ വിളംബരം ചെയ്യുന്ന ഒരു മഹാപ്രകടനമായി കൊല്ലത്തൂടെ ചെങ്കൊടികളും അതോടൊപ്പം തന്നെ ചെമ്പടയും നിരന്ന കൊല്ലം നഗരം അത്രമേൽ മനോഹരമായ രാഷ്ട്രീയ കാഴ്ചയായി മാറുകയാണ്. ഏതായാലും ഈ സമ്മേളനം കൈക്കൊണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അത് കേരളത്തിന് ഇവിടെ നിന്ന് നോക്കിയാൽ ഇപ്പോൾ നമ്മൾ ചിന്നക്കടയിലേക്ക് കിടക്കുന്ന പാലത്തിന് കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ടൗൺ ഹാള് കടന്ന് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന് മുമ്പിലൂടെ ചിന്നക്കടയ്ക്ക് മുമ്പിലൂടെ ചിന്നക്കടയിലേക്ക് പോകുന്ന പാലം കടക്ക് നോക്കൂ സന്തോഷ്. അങ്ങേ അറ്റത്ത് നമ്മൾക്ക് കണ്ണെത്താ ദൂരത്ത് ഇപ്പോൾ ഈ റെഡ് വോളണ്ടിയർ മാർച്ച്, അതെ അതെ, ചെമ്പട ഇങ്ങനെ അങ്ങനെ പരന്ന് കിടക്കുകയാണ്. അടിവെച്ച് മുന്നോട്ട് പോവുകയാണ്. സന്തോഷ് കാണുന്നുണ്ടോ? മനു കാണുന്നുണ്ടോ? അടിവച്ച് മുന്നോട്ട് പോകുന്ന ചെമ്പട കാണുന്നുണ്ട്. ഒരു പക്ഷേ സമീപകാലത്ത് കൊല്ലം കണ്ട ഏറ്റവും മനോഹരമായ ആവേശകരമായ കാഴ്ചകളിൽ ഒന്നിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 1,00,000 വരുന്ന റെഡ് വോളണ്ടിയർമാരുടെ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ നായകൻ, CPIM-ന്റെ നായകൻ പിണറായി വിജയൻ ജീപ്പിൽ കടന്നു വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവരെ നമുക്ക് ആ വാഹനത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ഒരുപക്ഷെ നമ്മൾ കാണുന്ന വിനിഷ, സന്തോഷം, നമ്മൾ എല്ലാവർക്കും കൂടി ഇക്കാര്യങ്ങളിൽ തോന്നുന്ന കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് ദൃശ്യങ്ങൾക്കൊപ്പം എത്തിക്കുന്നത് കുറെ കൂടി നല്ലതാകും തോന്നുന്നു. നമ്മൾ ഇവിടുന്ന് കാണുന്ന കാഴ്ചകൾ ഒരുപക്ഷെ ഒരു ഫ്രെയിമിന് അപ്പുറത്തേക്ക് നമ്മുടെ ആകാശ കാഴ്ചകളിൽ വരുന്നുണ്ടാകും. ഒരു ഭാഗത്ത് റെഡ് വോളണ്ടിയർമാർ ചെങ്കൊടികളേന്തിയ പ്രതിനിധികൾ, പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് 24 വനിതകൾ ചെങ്കൊടികളുമായി മുൻപേ പോകുന്നു. ഇപ്പുറത്ത് റെഡ് വോളണ്ടിയർമാരുടെ മാർച്ച്, മുൻപിൽ കലാരൂപങ്ങൾ. അതിനിടയിൽ ഈ റെഡ് വോളണ്ടിയർ മാർച്ചിനൊപ്പമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ പ്രകാശ് കാരാട്ടും MV ഗോവിന്ദൻ മാസ്റ്ററും സഞ്ചരിക്കുന്ന ഈ വാഹനം. അതെ, പലയിടത്തും അത് നിർത്തേണ്ടി വരും. വലിയ തോതിൽ തിരക്കാണ്. ബഹുജനങ്ങൾ ഇരുവശങ്ങളിലും ഇങ്ങനെ അണിനിരക്കുകയാണ് മുഖ്യമന്ത്രിയെ കാണാനായി, അഭിവാദ്യം പറയാനായി. കൈകൾ വീശിക്കൊണ്ട് മുഖ്യമന്ത്രിയോട് അഭിവാദ്യം പറയുന്നത്. അതെ, കഴിച്ചുകൊണ്ടിരിക്കുന്നവരടക്കം ഇറങ്ങി വന്ന് മുഖ്യമന്ത്രിയുടെ അഭിവാദ്യം പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനിടയ്ക്ക് വണ്ടി ഇടയ്ക്ക് സ്ലോ ചെയ്യുമ്പോൾ ആളുകൾ ഓടി അടുത്ത് വന്ന് മുഖ്യമന്ത്രിയോട് അടുത്തേക്ക് എത്തുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ രീതിയിൽ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം. അതായത് നേരത്തെ ശരത്തേടൻ പറഞ്ഞതുപോലെ ഇത് കേവലം 2.5 കിലോമീറ്ററിന്റെ യാത്രയല്ല, ഭാവിയിലേക്കുള്ള നമ്മുടെ യാത്ര ഇടതുമുന്നണി CPIM ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വേണം നമുക്കിതിനെ അടയാളപ്പെടുത്താൻ. നവകേരള വികസന പുതുവഴികളടക്കമുള്ള രേഖകൾ അവതരിപ്പിച്ചുകൊണ്ട് നാളത്തെ കേരളത്തെ നമുക്ക് എങ്ങനെ നയിക്കണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന വലിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഈ യാത്ര ചരിത്രത്തിന്റെ ഭാഗമാണ്. അതിനൊന്നും ഒരു സംശയവും വേണ്ട. പാർട്ടി കോൺഗ്രസിലേക്കുള്ള യാത്രയാണ് ഇത്, നവകേരളത്തിലേക്കുള്ള യാത്രയാണെന്ന് ആ രേഖ അവതരിപ്പിച്ചുകൊണ്ട് പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അത് വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ ആ രീതിയിൽ എണ്ണയിട്ട യന്ത്രം പോലെ പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളെ സജ്ജമാക്കിക്കൊണ്ട് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും അതിനപ്പുറമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പോകുന്ന CPIM എന്ന പാർട്ടിയെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ ഇതുപോലെ വികസന രേഖ അവതരിപ്പിച്ചിരുന്നു. ആ രേഖയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടികൾ സ്വീകരിച്ചു. അത് തുടർ ഭരണത്തിന് മുതൽക്കൂട്ടായി. അതിനെ ജനം ആ രീതിയിൽ വിലയിരുത്തി. ഇപ്പോഴത്തെ രണ്ടാം സർക്കാർ അധികാരത്തിൽ നിൽക്കുമ്പോൾ വീണ്ടും ഒരു സംസ്ഥാന സമ്മേളനം വരുന്നു, വികസന രേഖ അവതരിപ്പിക്കുന്നു. ഇനി ആ രേഖയോട് പൊതുസമൂഹത്തിന്റെ പ്രതികരണത്തിലേക്കാണ് CPIM പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മളിതാ ചിന്നക്കടയുടെ കൈവരികളിലൊക്കെ CPM-ന്റെ ഈ കൊടിതോരണങ്ങളാണ് ഒരു ഭാഗത്ത്. ഇപ്പുറത്തുകൂടി റെഡ് വോളണ്ടിയർമാർ അങ്ങനെ അടിവെച്ച് മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയാണ് കൊച്ചുകുട്ടികൾ, കൗമാരക്കാരും യൗവനം കടന്നവരും യൗവനത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യരും ഒക്കെ ഇങ്ങനെയുണ്ട്. അതായത് എങ്ങനെയാണ് ഒരു ചുവപ്പിന്റെ രാഷ്ട്രീയത്തെ, ഇടതിന്റെ രാഷ്ട്രീയത്തെ, കേരളത്തിന്റെ ആ സവിശേഷമായ രാഷ്ട്രീയ അച്ചടക്കമുള്ള സംഘടനാ സംവിധാനം ചലിപ്പിക്കുന്നത് കാണാൻ കഴിയുന്നില്ല.